ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബയോളജിയാണ്. പെട്ടെന്ന് പരീക്ഷയ്ക്ക് മുന്നേ ഒന്ന് നോക്കണമെങ്കിൽ, ബയോളജി മൊത്തത്തിലൊന്ന് നോക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. എല്ലാ വിവരങ്ങളും ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂറത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരി ഉത്തരം എഴുതുക. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. മിയോസിസ്, മൈറ്റോസിസ്, ഇതിനെപ്പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ക്രമഭംഗം എന്നാൽ മൈറ്റോസിസ് ആണ്. ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ഊനഭംഗം എന്നാൽ മിയോസിസ് ആണ്. മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ശരി ഉത്തരം എഴുതാനാണ്, നമുക്ക് നോക്കാം. ആദ്യം മൈറ്റോസിസ് ആണ് നോക്കുന്നത്. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ശരീര വളർച്ചയ്ക്ക് എന്താണ്? ക്രമഭംഗമാണ്. ഒരു മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ്. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ്. ആദ്യം ന്യൂക്ലിയസിൻ്റെ വിഭജനം, അതാണ് കാരിയോകൈനസിസ്. അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കാരിയോകൈനസിസ് നോക്കാം. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് കാരിയോകൈനസിസ് നടക്കുന്നത്. ആദ്യം പ്രോഫേസ് ആണ്. പ്രോഫേസിൻ്റെ ആരംഭം കാണിച്ചിട്ടുണ്ട്, അതുപോലെ പ്രോഫേസിൻ്റെ അവസാനം കാണിച്ചിട്ടുണ്ട്. പിന്നീട് മെറ്റാഫേസ് ആണ്. പ്രോഫേസിനും മെറ്റാഫേസിനും ശേഷം അനാഫേസ് ആണ്. അനാഫേസിന് ശേഷം ടീലോഫേസ് എന്ന് പറയുന്നത് ലാസ്റ്റ്, അവസാനം നടക്കുന്നതാണ്. ഇവിടെയാണ് 2 പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നത്. ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ മാതൃകോശത്തിൽ 2 പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ഇവയിൽ ക്രോമസോമുകളുടെ എണ്ണത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഇവിടെ 2 പുത്രികാ കോശങ്ങളല്ല ഉണ്ടായിരിക്കുന്നത്, പുത്രികാ ന്യൂക്ലിയസുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി കോശവിഭജനം പൂർണ്ണമാകണമെങ്കിൽ ഒരു ഘട്ടം കൂടിയുണ്ട്, സൈറ്റോകൈനസിസ്. അത് കോശദ്രവ്യ വിഭജനം എന്നാണ് പറയുന്നത്, സൈറ്റോകൈനസിസ്. ഇതുകൂടി പൂർത്തിയായെങ്കിൽ നമുക്ക് 2 പുത്രികാ കോശങ്ങൾ ലഭിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാം. കാരിയോകൈനസിസ് ജന്തുകോശങ്ങളിലും അതുപോലെ സസ്യകോശങ്ങളിലും സമാനമായ രീതിയിലായിരുന്നു. എന്നാൽ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് കാരിയോകൈനസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും സമാന രീതിയിലല്ല. അതെങ്ങനെയാണ് എന്ന് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ജന്തുകോശത്തിൻ്റെ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്ലാസ്മ സ്തരം കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഉൾവലിയുന്നതായിട്ട് കാണുന്നു. അങ്ങനെ 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി സസ്യകോശത്തിലാണെങ്കിൽ പുത്രികാ ന്യൂക്ലിയസുകൾക്ക് ഇടയിലായിട്ട് ചെറുസ്തര സഞ്ചികൾ രൂപപ്പെടുന്നു. ചെറുസ്തര സഞ്ചികൾ ചേർന്ന് കോശഫലകം രൂപപ്പെടും. കോശഫലകം ഇരുവശത്തേക്കും വളർന്ന പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുകയാണ്. അങ്ങനെയാണ് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നത്. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം. ഇനി മിയോസിസിനെ പറ്റിയാണ് പറയുന്നത്. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതി എന്താണ്? മിയോസിസ് ആണ്. ലൈംഗിക അവയവങ്ങളിലെ ബീജോൽപാദന കോശങ്ങളിലാണ് ഊനഭംഗം നടക്കുന്നത്. 46 ക്രോമസോമുകളുള്ള മനുഷ്യനിലെ ബീജോൽപാദക കോശം തുടർച്ചയായി 2 തവണ വിഭജിക്കും. ഊനഭംഗത്തിലെ ഈ വിഭജന യഥാക്രമം ഊനഭംഗം 1, ഊനഭംഗം 2 എന്നാണ് അറിയപ്പെടുക. ഊനഭംഗം 1-ൽ ക്രോമസോം സംഖ്യ പകുതിയാകും. ഊനഭംഗം മിയോസിസ് 1-ൽ എന്താണ്? ക്രോമസോം നമ്പർ പകുതിയാകും. തൽഫലമായിട്ട് 23 ക്രോമസോമുകൾ വീതമുള്ള 2 പുത്രികാ കോശങ്ങളാണ് അവിടെ ഉണ്ടാകുക. പിന്നീട് മിയോസിസ് 2, ഓരോ പുത്രികാ കോശവും വീണ്ടും വിഭജിക്കുകയാണ് ചെയ്യുക. മിയോസിസ് 2-ൽ ക്രമഭംഗത്തിന് സമാനമാണ്. ഈ വിഭജനത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല. എന്നാൽ മൈറ്റോസിസിൽ നടക്കുന്ന പോലെ തന്നെയാണ് മിയോസിസ് 2-ഉം. അവിടെ എന്താണ്? ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല. പുരുഷനിൽ ഊനഭംഗത്തിൻ്റെ ഫലമായിട്ട് ഒരു ബീജോൽപാദക കോശത്തിൽ നിന്ന് 23 ക്രോമസോമുകളുള്ള 4 പുംബീജങ്ങൾ ഉണ്ടാകും. എന്നാൽ സ്ത്രീകളിൽ ബീജോൽപാദക കോശത്തിൽ നിന്ന് ഒരു അണ്ഡം മാത്രമേ രൂപപ്പെടുന്നുള്ളൂ. അതിൻ്റെ ചിത്രമാണ് ഇനി കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ്? പുംബീജങ്ങൾ 4 എണ്ണം ഉണ്ട്. അണ്ഡമാണെങ്കിൽ എങ്ങനെയാണ്? പോളാർ ബോഡികളും ഉണ്ടാകുന്നുണ്ട്. ഒരണ്ഡം മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. 1, 2, 4 എന്നീ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ശരി. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങളാണ് രൂപപ്പെടുന്നത്. അതുപോലെ ക്രമഭംഗം ശരീരകോശങ്ങളിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു.
ഇനി ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വിഭജിച്ച് 4 പുത്രികാകോശങ്ങളാണ് ഉണ്ടാകുന്നത്, 2 എണ്ണമല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ, 12 മുതൽ 18 വരെ. ഇവിടെ 72 എന്നുള്ളത് ഹാർട്ട് ബീറ്റ് ആണ് പറയുന്നത്. ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ 12 മുതൽ 18 വരെയാണ് ആൻസർ. അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്? ഇതിനെപ്പറ്റി ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. ചോദ്യം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, ആൻസർ പറയാം. വൈറ്റ് കെയിൻ, ബ്രെയിൻ ലിബി, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, ഇതൊക്കെ അന്ധരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കുന്നത് പേശീകോശങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റായിട്ട്. ആദ്യം നോക്കുന്നത് അസ്ഥിപേശിയാണ്. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നതാണ് അസ്ഥിപേശി. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണിത്. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഇതിൽ കുറുകെ വരകൾ കാണപ്പെടുന്നു, അതുകൊണ്ട് ഇതിനെ രേഖാങ്കിത പേശി എന്നും അറിയപ്പെടുന്നു. അസ്ഥിപേശിയെ രേഖാങ്കിത പേശി എന്നും അറിയപ്പെടുന്നു. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇനി മിനുസപേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ, ഇത് രേഖശൂന്യ പേശിയാണ്. കുറുകെ വരകളില്ല, അതുകൊണ്ട് രേഖശൂന്യ പേശി എന്നാണ് അറിയപ്പെടുന്നത്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അസ്ഥിപേശിയുടെ നേരെ ഓപ്പോസിറ്റാണ് സ്മൂത്ത് മസിൽ. ഇത് ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. സ്പിൻഡിൽ ആകൃതിയാണ്. സിലിണ്ടർ ആകൃതിയിലുള്ളത് അസ്ഥിപേശിയാണ്. സ്പിൻഡിൽ ആകൃതിയിലുള്ളത് മിനുസപേശിയാണ്. കുറുകെ വരകൾ ഇതിനില്ല. ഇനി ഹൃദയപേശി, ഹൃദയഭിത്തിയിലാണ് കാണപ്പെടുന്നത്. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. ശാഖകളായിട്ട് കാണപ്പെടുന്നത് ഹൃദയപേശിയാണ് എന്ന് ഓർക്കുക. കുറുകെ വരകൾ ഉണ്ട്. അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. ഇതിനാണ് ശാഖകളുള്ളത്. ഹൃദയപേശിക്കാണ് ശാഖകളുള്ളത്. ഇനി നോക്കുന്നത് 2 ഹോർമോണുകളെ പറ്റിയാണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി, അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിന്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ 2 ഹോർമോണിൻ്റെ ജോലി എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനാണെങ്കിൽ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുകയാണ് ചെയ്യുക. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ, കാൽസിറ്റോണിൻ്റേത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. ഇനി പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ, അതിൻ്റെ ഫങ്ഷനാണ് നോക്കുന്നത്. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. വൃക്കകളിലുള്ള കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുക എന്നുള്ളതാണ്. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കാൽസ്യത്തിൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കൂടുന്നു കുറയുന്നു എന്ന്. എന്താണ്? കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. കുറയുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് പാരാതോർമോൺ. കാൽസ്യത്തിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ ആ രക്തത്തിലെ കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനത്തെ എന്താണ് തടയുന്നത്? കാൽസിറ്റോണിനാണ്. ഇതെന്ത് ചെയ്യും? രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുകയാണ് ചെയ്യുക. ഇനി പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ, അതെന്താണ്? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഇതെന്ത് ചെയ്യും? വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുകയാണ് ചെയ്യുക. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യും. അപ്പം ഈ 2 ഹോർമോണിൻ്റെ ഉൽപ്പാദനം മൂലമാണ് കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കുന്നത് കോശശ്വസനത്തിൻ്റെ 2 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടം ഗ്ലൈക്കോളിസിസ് ആണ്. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. ഗ്ലൈക്കോളിസിസ് എന്ന പ്രക്രിയയിലാണ് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നത്. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് ലഭ്യമാകുന്നത് 2 ATP തന്മാത്രകളാണ്. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമില്ല. ഓക്സിജൻ ആവശ്യമില്ലാത്ത കോശശ്വസന ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഇനി രണ്ടാമത്തെ ഘട്ടം ക്രെബ്സ് പരിവൃത്തിയാണ്. ക്രെബ്സ് പരിവൃത്തി മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക. നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറൂവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മാറ്റപ്പെടും. പൈറൂവിക് ആസിഡ് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുകയാണ് ഗ്ലൈക്കോളിസിസിൽ നടന്നത്. ആ പൈറൂവിക് ആസിഡിനെ പിന്നീട് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറ്റപ്പെടുന്നത് ക്രെബ്സ് പരിവൃത്തിയിലാണ്.
ഇവിടെ 28 ATP തന്മാത്രകൾ ലഭ്യമാകും ഈ ഘട്ടത്തിൽ. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. അപ്പം ക്രെബ് പരിവൃത്തിക്ക് ഓക്സിജൻ ആവശ്യമാണ്. 28 ATP തന്മാത്രകൾ ഇവിടെ ലഭ്യമാകും. ഗ്ലൈക്കോളിസിസ് എന്ന ഘട്ടത്തിൽ ഓക്സിജൻ ആവശ്യമില്ല. ഇവിടെ 2 ATP തന്മാത്രകളാണ് ലഭ്യമാകുക. ഇനി നോക്കുന്നത് ഹീമോഗ്ലോബിനെ പറ്റിയാണ്. RBCയിലെ വർണ്ണകമാണ്, RBCയിലെ പിഗ്മെൻ്റാണ്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ്. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ ഉണ്ട്. ഓരോ റെഡ് ബ്ലഡ് സെല്ലിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡയോക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യും. ഹീമോഗ്ലോബിൻ്റെ അളവ് സ്ത്രീകളിൽ 12 മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. പുരുഷന്മാരിൽ 14 മുതൽ 18 വരെയുമാണ്. അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകും. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അടുത്തത് വെന്റിലേഷൻ എന്താണ് എന്നാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിൻ്റെ സഞ്ചാരമാണ് വെന്റിലേഷൻ. അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് തിരിച്ചുമുള്ള വായുവിൻ്റെ സഞ്ചാരത്തെ പറയുന്നത് വെന്റിലേഷൻ എന്നാണ്. ഈ ഇടയ്ക്ക് ചോദിച്ചതാണ്. ഇനി സർഫക്ലൻ്റ് എന്താണ് എന്ന് നോക്കാം. വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോളസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫക്ലൻ്റ് എന്ന പദാർത്ഥങ്ങളാണ്. ആൽവിയോളസുകൾക്ക് ഉള്ളിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളാണ് സർഫക്ലൻ്റ്. ഇത് ആൽവിയോളസുകളെ വികസിക്കാനും ചുരുങ്ങാനുമൊക്കെ സഹായിക്കുന്നു. ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ ബുദ്ധിമുട്ടായിരിക്കും. മാസം തികയാതെ ജനിക്കുന്ന ശിശുക്കളിലാണ് സാധാരണയായിട്ട് ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നത്. അത്തരം നവജാത ശിശുക്കൾ മരണപ്പെടാനും ഇടയുണ്ട്. ഇനി പേശീക്ലമം അല്ലെങ്കിൽ മസിൽ ഫറ്റീഗ് എന്താണ്? വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായിട്ടില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. തന്മൂലം പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവും ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യും. തൽഫലമായിട്ട് പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് തൽഫലമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ലമം എന്ന് പറയുന്നത്. ഡയസ്റ്റളി, സിസ്റ്റളി ഇത് ചോദിക്കാറുള്ളതാണ്. ഒരു ഡയസ്റ്റളിയും സിസ്റ്റളിയും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഏകദേശം 0.8 സെക്കൻഡ് വേണ്ടിവരും ഇതിന്. ഒരു ഡയസ്റ്റോളി ഒരു സിസ്റ്റോളി നടക്കാൻ 0.8 സെക്കൻഡ്, ഒരു ഹൃദയസ്പന്ദനത്തിന് 0.8 സെക്കൻഡാണ് എടുക്കുക. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഹൃദയ അറകൾ സങ്കോചിക്കുന്നതാണ് സിസ്റ്റളി. ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളുകളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കും. തുടർന്ന് ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളിലും വിശ്രമാവസ്ഥയിൽ എത്തും. ഏട്രിയങ്ങളും വെൻട്രിക്കിളുകളും വിശ്രമാവസ്ഥയിൽ എത്തും. ഈ വിശ്രമാവസ്ഥ ആണ് ഡയസ്റ്റളി എന്ന് പറയുന്നത്. സിസ്റ്റളിക്ക് ശേഷമാണ് ഡയസ്റ്റളി നടക്കുക. ഈ ഘട്ടത്തിൽ ഹൃദയ അറകളിൽ രക്തം നിറയുകയാണ് ചെയ്യുക. ഇനി നമുക്ക് അസ്ഥിയുടെ ഘടന നോക്കാം. അസ്ഥികൾ മനുഷ്യ ശരീരത്തിൻ്റെ 18% വരും. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മനുഷ്യ ശരീരത്തിൻ്റെ എത്ര ശതമാനമാണ് അസ്ഥികൾ? 18%. ശരീരത്തിൻ്റെ ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം പെരിയോസ്റ്റിയമാണ് അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം. അസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ലിംഫുവാഹികളും കാണപ്പെടുന്നുണ്ട്. കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകും. അസ്ഥിയുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. അസ്ഥികളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങൾ. ഈ പറയുന്നത് ന്യൂ SCERT ആണ്. അപ്പം നമ്മുടെ ന്യൂ SCERTയിൽ പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ +1 പഠിക്കാനുള്ളതായിരുന്നു. നേരത്തെ ഓൾഡ് SCERTയിൽ എങ്ങും കാണാത്ത കാര്യങ്ങളാണ്. ഫൈലം, നമ്മൾ കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെടുന്ന ഫൈലങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് പോറിഫെറയാണ്. ശരീരത്തിലാകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികളാണ് പോറിഫെറ എന്ന വിഭാഗത്തിൽ വരുന്നത്. ഫൈലം പോറിഫെറയിൽ വരുന്നത് സ്പോഞ്ചുകൾ ഉദാഹരണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ശരീരത്തിലാകമാനം സൂക്ഷ്മ സുഷിരങ്ങൾ കാണുന്ന ജലജീവികളാണ്. ഉദാഹരണം വെച്ച് ചോദിക്കുക ഏത് ഫൈലമാണ് എന്ന്. അടുത്തത് നിഡേറിയ അല്ലെങ്കിൽ സീലൻഡറേറ്റ. ഇതിൻ്റെ പ്രത്യേകത നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെൻഡക്കിളുകളുള്ള ജലജീവികളാണ്.
നിഡോബ്ലാസ്റ്റ് കാണപ്പെടുന്നത് ഏത് ഫൈലത്തിലാണ്? നിഡേറിയയിലാണ്. ഉദാഹരണം ഹൈഡ്ര, ജെല്ലി ഫിഷ്, കടൽപ്പൂവ് ഒക്കെയാണ്. അടുത്ത ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ചെറുതും മൃദുവുമായതുമായിട്ടുള്ള പരന്ന ശരീരമുള്ള വിരകളാണ്. ഉദാഹരണം പ്ലനേറിയ, നാടവിര, ഫ്ലൂക്ക്. ഇനി നിമറ്റോഡ എന്ന് പറയുന്നത് നീണ്ടുരുണ്ട ശരീരമുള്ള വിരകളാണ്. ഉദാഹരണം ഉരുണ്ട വിര, കൊക്കപ്പുഴു, കൃമിയൊക്കെ ഈ ഫൈലത്തിൽ പെടുന്നതാണ്. അടുത്ത് അനലിഡ. ഖണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികളാണ്. മണ്ണിര, കുളയട്ടയൊക്കെ ഇതിൽ വരും. അടുത്ത ആർത്രോപോഡയാണ്. ചെറുഭാഗങ്ങൾ കൂടി ചേർന്ന കാലുകളുള്ള ജീവികളാണ്. ബാഹ്യ അസ്ഥികൂടമുണ്ട്. ബാഹ്യ അസ്ഥികൂടം കാണപ്പെടുന്നത് ആർത്രോപോഡയിലാണ്. ഫൈലം ആർത്രോപോഡയിലാണ്. ഉദാഹരണം കൊഞ്ച്, പാറ്റ, ഞണ്ട് ഒക്കെ. അടുത്ത ഫൈലം മൊളസ്കയാണ്. ഒച്ച, നീരാളി, കക്കയൊക്കെ ഫൈലം മൊളസ്കയിൽ വരുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത മൃദുശരീരവും ഭൂരിഭാഗം ജീവികളിലും ശരീരത്തെ പൊതിഞ്ഞ് കാൽസ്യം കാർബണേറ്റ് കവചം കാണപ്പെടും. ഷെല്ലുകൾ കാണപ്പെടും. ഇനി എക്കിനോഡെർമേറ്റ. ഇതിൻ്റെ ഉദാഹരണം കടൽച്ചേന, നക്ഷത്ര മത്സ്യമൊക്കെയാണ്. നക്ഷത്ര മത്സ്യം വരുന്നത് ഫൈലം എക്കിനോഡെർമേറ്റയിലാണ്. മുള്ളുകളുള്ള ശരീരത്തോടു കൂടിയ സമുദ്രജീവികളെല്ലാം ഫൈലം എക്കിനോഡെർമേറ്റയിലാണ് പെടുക. ഇനി ഹൃദയത്തിലെ ധമനികൾ, സിരകൾ, ലോമികകൾ ഇതിനെപ്പറ്റിയാണ് നോക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം എന്ന് വെച്ചാൽ ശുദ്ധരക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിൽ നിന്നും ശരീരഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം. ഇനി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കലർന്ന രക്തം, അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകൾ ലോമികകൾ എന്നാണ് വിളിക്കുക. ഇനി നോക്കുന്നത് വൃക്കയെപ്പറ്റിയാണ്. ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തിലുമായിട്ട് കാണപ്പെടുന്നു പയർവിത്തിൻ്റെ ആകൃതിയാണ്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കധമനിയാണ്. ചോദിച്ചിട്ടുള്ളതാണ്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കധമനിയാണ്. സിരയാണോ ധമനിയാണോ എന്നുള്ളതായിരിക്കും നമുക്ക് സംശയം. വൃക്കധമനിയാണ് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത്. വൃക്കധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ശരാശരി എത്ര ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? 1.5 ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുക. ചുണ്ണാമ്പ് എന്താണ്? അതുപോലെ കാസ്റ്റിക് സോഡ എന്താണ്? കാസ്റ്റിക് പൊട്ടാഷ് എന്താണ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ചുണ്ണാമ്പ് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. ഇനി നോക്കുന്നത് ശ്വസന വ്യവസ്ഥയിൽ ഉച്ഛ്വാസം, നിശ്വാസമുണ്ട്. അപ്പം അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക? ഉച്ഛ്വസിക്കുമ്പോൾ, നിശ്വസിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്നാണ്. ഉച്ഛ്വാസം നടക്കുമ്പോൾ ഡയഫ്രം ചുരുങ്ങി അളവ് അല്പം നിവരുന്നു. വാരിയെല്ലിൻ കൂട് ഉയരുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. അപ്പം വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡയഫ്രം ചുരുങ്ങുകയാണ് ചെയ്യുക. ഇത് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കുന്നതാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നതാണ്. കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ നമുക്ക് പരീക്ഷാ ഹോളിലിരിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. ഇനി നിശ്വാസം. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തു പോകും. ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുക. ശ്വാസകോശം ചുരുങ്ങും. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. വാരിയെല്ലിൻ കൂട് താഴുന്നു. ഇത് നിശ്വസിക്കുമ്പോഴുള്ളത്. അപ്പം അത് വ്യത്യാസം പഠിച്ചു വെച്ചേക്കുക. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ന്യൂ SCERT പുസ്തകമാണ്. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത്. 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം പിന്നിട്ടതിന് ശേഷമാണ് നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായത്. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഇക്കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരെ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അപ്പം ഇത് എന്താണ്, നമ്മൾ ആ SCERT ബുക്ക് എടുക്കുന്ന ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ്. അപ്പം കൃത്യമായിട്ടും ആൻസർ അറിയാവുന്ന ആൾക്ക് മാത്രമേ ഇത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഒരിക്കലും അല്ല. കാരണം എന്താ? മഹാധമനിയും അതുപോലെ ശ്വാസകോശ ധമനി, അങ്ങനെ 2 ധമനികളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ധർമ്മം വ്യത്യസ്തമാണ്. അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റും ഇതേപോലെ തന്നെ പറയാൻ പറ്റും. എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 2 ടൈപ്പ് സിരകളാണ് ഉള്ളത്. ശ്വാസകോശ സിരയും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ധർമ്മം എന്താണ്? വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത് എന്ന്. ഹൃദയത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ്? ABCD എന്ന 4 അറകളെ കാണിച്ചിട്ടുണ്ട്. താഴെ എഴുതിയിട്ടുണ്ട് ഹൃദയ അറകൾ ഏതൊക്കെയാണ്. A കാണിച്ചിട്ടുള്ളത് വലത് ഏട്രിയമാണ്. C എന്താണ്? വലത് വെൻട്രിക്കിളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് എന്ത്? ട്രൈകസ്പിഡ് വാൽവ് വരുന്നത്. അത് കാണിച്ചിട്ടുണ്ട്, ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കാണുന്ന എന്താണ്? ഊർധ്വമഹാസ്ഥിര, സുപ്പീരിയർ വെനക്കാവ കാണിച്ചിട്ടുണ്ട്. ഇൻഫീരിയർ വെനക്കാവ താഴെ കാണിച്ചിട്ടുണ്ട്. പിന്നെ Bയും Dയും 2 അറകൾ എന്താണ്? ഇടതാണ് അത് കാണുന്നത്. ഇടത് ഏട്രിയും ഇടത് വെൻട്രിക്കിളുമാണ്. അപ്പം അവിടെ അതിൻ്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന വാൽവ് ഏതാണ്? ബൈകസ്പിഡ് വാൽവാണ്. വലത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? റൈറ്റ് ഏതാണ്? ട്രൈകസ്പിഡ് ആണ്. അവിടെ ഒരു 6ൻ്റെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ട്രൈ എന്താണ്? ട്രൈകസ്പിഡ് വാൽവ് വലതാണ്, റൈറ്റിലാണ്. ഇടത് എന്താണ്? ലെഫ്റ്റിൽ ബൈകസ്പിഡ് വാൽവാണ്, BL എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കുന്നത് മഹാധമനി അതുപോലെ സിര എന്ത് ചെയ്യുന്നു? മഹാധമനി ഹൃദയത്തിൽ നിന്നുള്ള ശുദ്ധരക്തത്തെ മറ്റ് അവയവങ്ങളിലേക്കൊക്കെ എന്താണ്? ക്യാരി ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എന്താണ്? സിരയാണെങ്കിലോ, സിര അവയവങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ എന്താണ്? ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം അവയവങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തത്തെ വഹിക്കുന്നത് സിരകളും അതുപോലെ ശുദ്ധരക്തത്തെ വഹിക്കുന്നത് അയോർട്ട അല്ലെങ്കിൽ മഹാധമനിയുമൊക്കെയാണ്. ഇനി ശ്വാസകോശ സിര എന്താണ്? ശ്വാസകോശ ധമനി എന്താണ് എന്നുള്ളതാണ്. ശ്വാസകോശ സിര എന്ന് പറയുന്നത് സിരകളുടെ നേരെ വിപരീത ധർമ്മമാണ്. എന്താണ്? സിരകൾ അശുദ്ധ രക്തത്തെയാണ് വഹിക്കുന്നതെങ്കിൽ ശ്വാസകോശ സിര ശുദ്ധരക്തത്തെയാണ് കൊണ്ടുവരുന്നത്. എങ്ങനെ? ലെൻസിൽ നിന്നും ഹൃദയത്തിലേക്ക് ശുദ്ധരക്തത്തെ കൊണ്ടുവരുന്നതാണ്. ശ്വാസകോശത്തിൽ നിന്നും എന്താണ്? ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ശ്വാസകോശ ധമനി അശുദ്ധ രക്തത്തെയാണ് വഹിക്കുന്നത്. ഇത് ഹൃദയത്തിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി സിര, ധമനി, ലോമികകൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിപ്പോകാം. സിര രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. കനം കുറഞ്ഞ ഭിത്തിയാണ്. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. സിരകൾക്ക് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും ആയതുകൊണ്ട് അതിൻ്റെ ഭിത്തിക്ക് എന്താണ്? കനം കുറവ്. ഇനി ധമനിയാണെങ്കിലോ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുകയാണ് ചെയ്യുന്നത്. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ് ധമനിക്കുള്ളത്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇനി ലോമികകൾ, ക്യാപ്പിലറീസ് എന്താണ്? ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളെയാണ് ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, വാൽവുകളില്ല ഇതിന്. അതുപോലെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഒന്നുകൂടെ പറയുകയാണ്, സിര എന്നത് അശുദ്ധ രക്തത്തെ വഹിക്കുന്നു. അത് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ധമനിയാണെങ്കിൽ ഹൃദയത്തിൽ നിന്നും പമ്പ് ചെയ്ത ശുദ്ധരക്തത്തെ മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ശ്വാസകോശ ധമനി എന്നത് അശുദ്ധ രക്തത്തെയാണ് വഹിക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് രക്തത്തെ എത്തിക്കുന്നു. ഇനി ആ രക്തം ശുദ്ധീകരിച്ചത് എന്താണ്? തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ശ്വാസകോശ സിരയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. മനുഷ്യ രക്തപരിചരണ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരി എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ 2 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ്? കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു, അതുപോലെ ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ഇതിലേതാണ് ശരി എന്നാണ് നോക്കുന്നത്. ഒരെണ്ണം തെറ്റ്, ഒരെണ്ണം ശരി. എന്തായാലും 4 പ്രസ്താവനകൾ ഒരൊറ്റ ശരിയേ കാണത്തുള്ളൂ. അപ്പോൾ അതേതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ കൊറോണറി ധമനി എന്താണ്? നമ്മൾ പറഞ്ഞു ശുദ്ധരക്തമാണ് വഹിക്കുന്നത്. കാരണം ഹൃദയത്തിൽ നിന്നും ഉള്ള രക്തത്തെ
ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് കൊടുക്കുകയാണ്, അങ്ങോട്ട് ക്യാരി ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് ശുദ്ധരക്തമാണ്. അപ്പം ആൻസർ ഇവിടെ എന്താണ്? 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻസർ. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത 2 ക്വസ്റ്റ്യൻസ് ആണ്. 11/2024, 27/24. എന്താണ്? കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണം ആകുന്നത് ഏത് വിറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും കാണുമ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഉത്തരം എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യനകത്തിൽ 2ാമത്തേൻ്റെ ഉത്തരവും അതുപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആദ്യത്തേനകത്തിലുമുണ്ട് അല്ലേ? ഇത് PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് SCRTയുടെ ഏത് ഭാഗത്തു നിന്നാണ് PSC ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുമായിട്ട് അനുബന്ധപ്പെട്ട വിവരങ്ങളും നമുക്ക് നോക്കാം. അതും PSC ചോദിക്കാറുള്ളതാണ്. ആദ്യം നിശാന്തത, ഇത് ചോദിക്കാറുള്ളതാണ്. നിശാന്തത ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് എന്ന് നമുക്ക് നോക്കാം. കാഴ്ചവർണ്ണകങ്ങളിലെ ഘടകമാണ് റെറ്റിനാൽ. റെറ്റിനാൽ എന്നത് എന്താണ്? വൈറ്റമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ്. റെറ്റിനാൽ എന്നത് വൈറ്റമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തത എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതെങ്ങനെയാണ്? വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ്. ഇനി നമുക്ക് സിറോഫ്താൽമിയ നോക്കാം. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. അപ്പം ഇതിലെന്താണ് കൊടുത്തിട്ടുണ്ട്? വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സിറോഫ്താൽമിയ എന്നും, അതുപോലെ എന്താണ്? കോർണിയയാണ് ഇത് ബാധിക്കുന്നത്. കോർണിയ വരണ്ട് അതാര്യമായി തീരുന്ന അവസ്ഥയാണ്. അടുത്തത് വർണ്ണാന്ധതയാണ്, കളർ ബ്ലൈൻഡ്നെസ്. റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം കോൺകോശങ്ങൾ എന്താണ്? കോൺകോശങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത്? ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ച് അറിയാനായിട്ട് കഴിയത്തില്ല. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. അപ്പം ചുവപ്പ്, പച്ച, നീല നിറങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. എന്താണ് പറ്റുന്നത്? കോൺകോശങ്ങളുടെ തകരാറ് മൂലമാണ്. ഇനി അടുത്തത് ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമയും PSC ചോദിക്കാറുള്ളതാണ്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നതാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടും. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലോക്കോമ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്ലോക്കോമ വന്നാൽ എന്താണ്? അന്ധതയാണ് വരിക. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്ന അവസ്ഥയാണ്. ഇനി തിമിരവും സിറോഫ്താൽമിയയും തമ്മിൽ ചിലപ്പം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് പരിഹാരം. അപ്പോൾ ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്താണ്? ലെൻസ് അതാര്യമാകുന്ന അവസ്ഥ തിമിരമാണ്. അതുപോലെ കോർണിയ അതാര്യമാകുന്നത് എന്താണ്? സിറോഫ്താൽമിയമാണ്. ഇനി ചെങ്കണ്ണ് എന്താണ് എന്ന് നോക്കാം. കൺജക്റ്റൈവ നമുക്കറിയാം, കണ്ണിൻ്റെ പുറമേ ഉള്ള ഒരു പാർട്ടാണ്. അതിനെ ബാധിക്കുന്ന അണുബാധയാണ് ഇതിന് കാരണം. ലെൻസിൻ്റെ പുറമേ ഉള്ള ഒരു പാർട്ടാണ്. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ, ചെങ്കണ്ണുണ്ടാകാനുള്ള രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ തടയാം. മിക്കവർക്കും വന്നിട്ടുള്ള ഒരു രോഗമാണ് ഇത്. ഇനി നമുക്ക് കണ്ണിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കണ്ണിലെ പാളികൾ, 3 തരത്തിലുള്ള പാളികളാണ് കണ്ണിലുള്ളത്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്നതെന്താണ്? ഏറ്റവും പുറമേ ഉള്ള പാളിയാണ്. അത് കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ്. യോജക കലയാൽ നിർമ്മിതമാണ്. അപ്പം നമുക്ക് കണ്ണിലോട്ട് നോക്കുമ്പോൾ അറിയാം, വൈറ്റ് കളറിലുള്ള പോർഷൻ ഉണ്ട്. അതാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് പറയുന്നത് ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ്.
ഇനി രക്തപടലം കൊറോയിഡ്, ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ്. സ്ക്ലീറയ്ക്ക് തൊട്ട് പിന്നിലായിട്ട് കാണപ്പെടുന്നത് എന്താണ്? മധ്യപാളിയാണ്. അത് രക്തപടലം കൊറോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി ദൃഷ്ടിപടലം റെറ്റിന എവിടാണ്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ്. ഏറ്റവും അകമയുള്ള പാളിയാണ് റെറ്റിന. ഇനി സ്ക്ലീറയുടെ ഒരു പോർഷനാണ് കോർണിയ എന്ന് പറയുന്നത്. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇതുവഴിയാണ്? കോർണിയ വഴിയാണ്. ഇനി ഐറിസ്. ഐറിസ് ഏതിൻ്റെ ഭാഗമാണ്? കൊറോയിഡിൻ്റെ ഭാഗമാണ്. രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. കറുത്ത കളറിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഐറിസ് ആണ്. ഇനി ദൃഢപടലം റെറ്റിന. റെറ്റിന എന്താണ്? ഏറ്റവും അകമയുള്ള പാളിയാണെന്ന് പറഞ്ഞു. ഇവിടെ കാണപ്പെടുന്നതാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു. ഇതെന്തിനാണ്? റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? പീതബിന്ദുവിലാണ്. ഇനി കഞ്ചൻറ്റൈവ എന്താണ്? ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ്. പുറമേ ഉള്ള സ്ഥലമാണ്. അതെന്താണ്? കഞ്ചൻറ്റൈവ എന്ന് പറയുന്നത്. നമ്മൾ ചെങ്കണ്ണ് പഠിച്ചു. ചെങ്കണ്ണ് എന്താണ്? ഇതിനെ ബാധിക്കുന്നതാണ്. കഞ്ചൻറ്റൈവയെ ബാധിക്കുന്നതാണ് ചെങ്കണ്ണ എന്ന രോഗം. ഇനി പ്യൂപ്പിൾ എന്താണ്? പ്യൂപ്പിൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ്. നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം നമ്മുടെ കൃഷ്ണമണിയുടെ മധ്യഭാഗത്തായിട്ടൊരു സുഷിരം. അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം എന്താണ്? ക്രമീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അന്ധബിന്ദു എന്താണ്? നമ്മൾ പീതബിന്ദു പഠിച്ചു. ഇനി അന്ധബിന്ദു എന്താണ്? റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല. അതുകൊണ്ടാണ് അന്ധബിന്ദു, ബ്ലൈൻഡ് സ്പോട്ട് എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ലെൻസിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സീലിയറി പേശികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ലെൻസ് എന്താണ്? സുതാര്യവും ഇലാസ്റ്റികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസാണ്. നമ്മുടെ കണ്ണിനുള്ളത് കോൺവെക്സ് ലെൻസാണ്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സീലിയറി പേശികൾ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന്. ലെൻസിനെ ചുറ്റിയുള്ള വൃത്ത ആകൃതിയിലുള്ള പേശികളാണ്. ഇവിടെ സങ്കോചവും വിശ്രമ അവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. ലെൻസ് അതാര്യമാകുന്ന അവസ്ഥ, അതാര്യമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാണ്? തിമിരമാണ്. ഇനി നേത്രനാടി എന്താണ് എന്ന് നോക്കാം. ഒപ്റ്റിക് നെർവ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാടിയാണ്. അവിടെ പടം കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്താണെന്ന് പഠിച്ചിരുന്നു. കോൺ കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് എന്ന്. നമുക്കിനി റോഡ് കോശങ്ങൾ എന്താണ്, കോൺ കോശങ്ങൾ എന്താണ് എന്ന് പഠിക്കാം. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചവർണ്ണകം ഉണ്ട്. ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടാകുന്നത്. ഓപ്സിനും റെറ്റിനാലും ചേർന്ന്, വൈറ്റമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന റെറ്റിനാലും ചേർന്നുണ്ടാകുന്നതാണ് റോഡോപ്സിൻ. മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നത് കൊണ്ട് വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നു. ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള കഴിവില്ല. ഇനി കോൺ കോശങ്ങളാണെങ്കിൽ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ ആണ്. ഫോട്ടോപ്സിൻ എന്ന കാഴ്ചവർണ്ണകമാണ്. റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ ആണെങ്കിൽ കോൺ കോശങ്ങളിൽ ഫോട്ടോപ്സിൻ. ഇതിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട്. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഫോട്ടോപ്സിനെ എങ്ങനെയും വിളിക്കാം? അയഡോപ്സിൻ എന്നും വിളിക്കാം. ഇതും ഓപ്സിൻ, റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺകോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. 3 തരത്തിലുള്ള കോൺകോശങ്ങളുണ്ട്. ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രെക്കിയയാണ്. PSC ഇത് എവിടെ നിന്നാണ് ചോദിച്ചതെന്നും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമുക്ക് നോക്കാം. ശ്വസന വ്യവസ്ഥയാണ് പറയുന്നത്. ആദ്യം നാസാദ്വാരം. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ്.
അടുത്തത് നാസാഗഹ്വരമാണ്. നാസാദ്വാരം കഴിഞ്ഞാൽ നാസാഗഹ്വരമാണ് നേസൽ ക്യാവിറ്റി. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ്. ഇനി ശ്വാസനാളം നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം അല്ലെങ്കിൽ ട്രെക്കിയ. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് ഈ വലയങ്ങൾ സഹായിക്കുന്നു. ശ്വാസനാളത്തിൻ്റെ ശാഖയാണ് ശ്വസനി എന്ന് പറയുന്നത്. അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏത് എന്ന് നോക്കാം. അത് പ്ലൂറയാണ്. PSC എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ഥലപാളികൾക്കിടയിൽ പ്ലൂറ ദ്രവം കാണപ്പെടുന്നുണ്ട്. പ്ലൂറ ദ്രവത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. പ്ലൂറ ദ്രവം ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് പ്ലൂറ ദ്രവം അവിടെ ഉള്ളത്. ഇനി നമുക്ക് ശ്വസനി നോക്കാം. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ്. ട്രെക്കിയുടെ ശാഖകളാണ് ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ്. ഇവയിലും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നുണ്ട്. ട്രെക്കിയയിലുള്ള പോലെ തന്നെ തരുണാസ്ഥി വലയങ്ങൾ ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസിലുമുണ്ട്. ഇനി ശ്വസനിക എന്നാൽ ബ്രോങ്കസിൻ്റെ എന്താണ്? അഗ്രശാഖകളാണ്. ബ്രോങ്ക്യൂൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. വായു അറകളിലേക്ക് തുറക്കുന്ന നേർത്ത ഈ കുഴലുകളിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. ശ്വസനികയിൽ തരുണാസ്ഥി വലയങ്ങൾ ഇല്ല. ഇനി വായു അറ എന്നത് ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായിട്ടുള്ള സ്ഥര അറകളാണ്. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. വാതക വിനിമയം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. വാതക വിനിമയം നടക്കുന്നത് വായു അറകളിൽ വെച്ചാണ് അല്ലെങ്കിൽ ആൽവിയോളസിൽ വെച്ചാണ്. ഈ ഡയഫ്രം എന്താണ് എന്ന് നോക്കാം. ചോദിച്ചിട്ടുള്ളതാണ് ഡയഫ്രം ഏത് പാർട്ടിൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഇയർ, ഐസ് ഒക്കെ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലങ്സ്. അപ്പം ലങ്സിൻ്റെ ഭാഗമാണ് ഡയഫ്രം. എന്താണ് എന്ന് നോക്കാം. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഡയഫ്രം എന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഭിത്തിയാണ് ഡയഫ്രം. ഇനി അടുത്തത് 20/2024 ക്വസ്റ്റ്യൻ കോഡാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? പാൻക്രിയാസ് ആണ് ഇവിടെ ഉത്തരം. ഇനി നമുക്ക് പാൻക്രിയാസിനെ പറ്റി പഠിക്കാം. ദഹനഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അപ്പം ഊർജോൽപാദനത്തിനായിട്ട് ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി മുഖ്യ പങ്ക് വഹിക്കുന്നു. ശരീരത്തിന് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ എന്താണ്? ഗ്ലൂക്കോസ് തന്മാത്രകൾ ആവശ്യമാണ്. ഇത് കോശങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പാൻക്രിയാസ് ആണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആമാശയത്തിൻ്റെ തുടർച്ചയായിട്ട് പക്വാശത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അതിൻ്റെ ചിത്രമാണ് മുകളിൽ കൊടുത്തിരുന്നത്. എന്ന കോശ സമൂഹത്തിലെ അവിടെ എന്താണ്? 2 തരത്തിലുള്ള കോശങ്ങൾ നമ്മൾ കണ്ടു ചിത്രത്തിൽ. ബീറ്റ കോശങ്ങളും ആൽഫ കോശങ്ങളും. അതിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. അപ്പോൾ ഇൻസുലിൻ്റെ എന്താണ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. അതുപോലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇനി ഗ്ലൂക്കഗോൺ ആണെങ്കിലോ, കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ആണ്. കരളിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ആവശ്യം വരുമ്പോൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്യും. അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നതും ആരാണ്? ഗ്ലൂക്കഗോൺ ആണ്. അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്?
പ്രസ്താവനകൾ വായിക്കാം. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2ൻ്റെ കാര്യമാണ് പറയുന്നത് പ്രമേഹത്തിന് കാരണമെന്ന്. ഇനി പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ഇനി ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. നമ്മളോട് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. അപ്പം ഇതിലേത് പ്രസ്താവനയാണ് അനുയോജ്യമല്ലാത്തത് നമുക്ക് നോക്കാം. ഇൻസുലിൻ്റെ അഭാവമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതോ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുക, അതാണ് നമ്മൾ നോക്കുന്നത്. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അപ്പം എന്തു പറ്റും? ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്താണ്? ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടത്തില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/mg/100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹം എന്താണ്? 126 mg/100 ml മുകളിൽ എന്താണ് രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലാണ് പ്രമേഹം. വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് പ്രമേഹം എന്ത് എന്ന് നോക്കാം. 2 തരത്തിലുള്ള പ്രമേഹമുണ്ട്. ടൈപ്പ് 2 പ്രമേഹവും ടൈപ്പ് 1 പ്രമേഹവും. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം എന്താണ്? ശ്വേതരക്താണുക്കളായിട്ടുള്ള ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ്. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ഇതിൻ്റെ ചികിത്സ. ഇനി ടൈപ്പ് 2 പ്രമേഹം എന്താണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇതായിരുന്നു. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ്. അപ്പോൾ ആ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെയുണ്ട്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് പറയാമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? 4ാമത്തെ ആയിരിക്കും. യോജിക്കാത്തതല്ലേ? 3ഉം തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് ആ കോളത്തിലെ ബാക്കി കൂടി നോക്കാം. ലോകാരോഗ്യ സംഘടനയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14 വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ. നവംബർ 14 ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ബ്ലൂ സർക്കിളാണ്, നീലവൃത്തമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 029/21 മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. അതുപോലെ 30/21 മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത് എന്ന്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. പല്ലുകളെ പറ്റിയാണ് നമുക്ക് നോക്കാം. SCERT-യിൽ പാൽപ്പല്ലുകളെ പറ്റിയാണ്. ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. 6 മാസം പ്രായമാകുമ്പോഴാണ്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് പാൽപ്പല്ലുകളാണ്. ഇത് മുകളിലും താഴെയുമായിട്ട് 10 വീതം ആകെ 20 പാൽപ്പല്ലുകൾ ഉണ്ടാകും. അടുത്തതായിട്ട് സ്ഥിരദന്തങ്ങളെ പറ്റിയാണ്. അത് വിശദമായിട്ട് പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത തരം പല്ലുകൾ, അതിൻ്റെ ചിത്രം ഉൾപ്പെടെ അതിൻ്റെ ഉപയോഗം എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര വീതമുണ്ട് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഉളിപ്പല്ല് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. അതുപോലെ കോമ്പല്ല്, അഗ്രചർവണകം, അതുപോലെ ചർവണകം, ഇത്രയും കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഉളിപ്പല്ല് എന്നത്
മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതം കാണപ്പെടുന്നതാണ്. മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതം, മൊത്തം 8 എണ്ണം. ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഇനി കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 2 പല്ലുകൾ വീതമാണ്, മൊത്തം 4 എണ്ണം. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇനി ചർവണകം അല്ലെങ്കിൽ പ്രീമോളാർ. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതം കാണപ്പെടുന്നതാണ്. അപ്പം 4 പല്ലുകൾ വീതം എന്ന് പറയുമ്പോൾ മൊത്തം 8 എണ്ണം. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ചർവണകം അല്ലെങ്കിൽ മോളാർ. മുകളിലും താഴെയുമായിട്ട് 6 പല്ലുകൾ വീതമാണ് കാണപ്പെടുക, മൊത്തം അപ്പോൾ 12 പല്ലുകളാണ്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ മൊത്തം എത്ര പല്ലുകളായി? 8 + 4 + 8 + 12 എത്രയാണ്? 32 സ്ഥിരദന്തങ്ങളാണ് പ്രായപൂർത്തിയായ ഒരാൾക്ക് ഉള്ളത്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഹൃദയ അറകൾ. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. പുതിയ SCERT പുസ്തകത്തിലെയാണ്. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. ഇനി പാറ്റയ്ക്കാണെങ്കിൽ 13 അറകളാണ്. ഇനി ഫിഷിന് എന്താണ്? മത്സ്യത്തിനാണെങ്കിൽ 2 അറകളാണുള്ളത്. ഇനി തവളയ്ക്ക് 3 അറകൾ. കോഴിയെ പക്ഷിയുടെ കൂട്ടത്തിൽ കൂട്ടാമല്ലോ, അപ്പോൾ 4 അറകളാണ് പക്ഷിക്ക്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുകയാണ്. പാറ്റയ്ക്ക് 13 ഹൃദയാറകളാണുള്ളത്, പല്ലിക്ക് 3, പക്ഷിക്ക് 4, മത്സ്യത്തിന് 2 എന്ന നിലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണ്. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിന താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ അല്ലെങ്കിൽ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? രണ്ടിൻ്റെ ഉത്തരം ഒന്നാണ്, മെലാറ്റോണിൻ ആണ്. നമുക്ക് മെലാറ്റോണിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ പീനിയൽ ഗ്രന്ഥിയെ പറ്റിയാണ് പറയുന്നത്. താളാത്മകമായ ശരീരപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും. ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണ്, പീനിയൽ ഗ്ലാൻഡാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ ഹോർമോൺ ചോദിച്ചാൽ എന്താണ്? മെലാറ്റോണിൻ ആണ്. ഗ്രന്ഥി ചോദിച്ചാൽ പീനിയൽ ഗ്ലാൻഡാണ്. രാത്രി കാലങ്ങളിൽ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പം വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഹൈപ്പോതലാമസ് കാണിച്ചിട്ടുണ്ട്, പോർട്ടൽ സിര കാണിച്ചിട്ടുണ്ട്, പിറ്റ്യൂട്ടറിയുടെ മുൻദളവും പിറ്റ്യൂട്ടറിയുടെ പിൻദളവും കാണിച്ചിട്ടുണ്ട്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. അത് സൊമാറ്റോട്രോപ്പിനാണ്. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വളർച്ചയെ ബാധിക്കും. അപ്പോൾ വളർച്ച എന്താണ്? ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിനാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ശരീര വളർച്ച ഉണ്ടാകും. ഇതിനെ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ വളർച്ചാഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്നാണ് വിളിക്കുക. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യമുണ്ടാകും. ഇത് അക്രോമെഗലി എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അക്രോമെഗലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അവസ്ഥ എന്താണ്? വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉൽപ്പാദനം മൂലമുണ്ടാകുന്നതാണ്. ഇനി ഹൈപ്പോതൈറോയിഡിസം എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായിട്ടുള്ള ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയെ ക്രെറ്റനിസം എന്നാണ് വിളിക്കുക. അപ്പോൾ ശൈശവാവസ്ഥയിൽ അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായിട്ടുള്ള ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ക്രെറ്റനിസം.
അത് ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ഉള്ള കുഞ്ഞിന് സംഭവിക്കുന്നതാണ്. ഇനി മുതിർന്നവരിൽ എന്താണ്? തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. മിക്സഡിമയാണ്. കുട്ടികളിൽ ക്രെട്ടനിസം ആണെങ്കിൽ മുതിർന്നവരിൽ മിക്സഡിമയാണ്. തൈറോക്സിൻ്റെ കുറവ് മൂലം കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ ലക്ഷണങ്ങൾ പറഞ്ഞു. ഇനി ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിൻ്റെ തുടർച്ചയായ അമിത ഉൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് ഇത്. ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. അപ്പം ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവുമാണ് പറഞ്ഞത്. ഇനി ഗോയിറ്റർ. തൈറോക്സിൻ്റെ ഉൽപാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടും. അയഡിൻ ഇല്ലെങ്കിൽ എന്താണ്? തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായിട്ട് വളരും. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. ഇനി നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരണം നോക്കാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് ചോദിച്ചിട്ടുള്ളതാണ്. 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, മറ്റൊരു ഹോർമോണാണ് എന്ത്? കാൽസിറ്റോണിൻ. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതെർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. കാൽസിറ്റോണിൻ്റെയും പാരാതെർമോണിൻ്റെയും പ്രവർത്തനം പരസ്പര വിരുദ്ധമാണ്. ഒന്നെന്താണ്? കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി പാരാതെർമോൺ എന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, അതുപോലെ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? 3 ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. തലച്ചോറിൻ്റെ ഭാഗങ്ങളാണ് പറയുന്നത്, അതിൻ്റെ ധർമ്മങ്ങൾ. സെറിബ്രം, ആദ്യം നോക്കുന്നത് സെറിബ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ പുറം ഭാഗം എന്താണ്? ചാര നിറമാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഇനി സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണുന്നു. ചിളുവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നത് സെറിബെല്ലമാണ്. ഇനി തലാമസ് നോക്കാം. സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുകയാണ് തലാമസിൻ്റെ ജോലി. ഇനി മെഡുല്ല ഒബ്ലങ്കേറ്റ നോക്കാം. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡ ആകൃതിയിൽ കാണുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലങ്കേറ്റയാണ്. ഇനി ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്.
അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്താണ് എന്നുള്ളതാണ്. EEG, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ. ഇതായിരുന്നു നമ്മുടെ ചോദ്യവും. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ EEG ആണ് ഉപയോഗിക്കുന്നത്. ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ECG ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ഉപയോഗിക്കുന്നത്. ഇനി അൾട്രാസൗണ്ട് സ്കാനർ എന്തിനാണ്? അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനാണ്. ഇനി എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ CT സ്കാനർ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനറാണ് ഉപയോഗിക്കുന്നത്. ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ MRI സ്കാനർ ഉപയോഗിക്കാറുണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ എന്നാണ് ഫുൾ ഫോം. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. അടുത്ത ക്വസ്റ്റ്യൻ, AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. RBCയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, RBCയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഈ കോളം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ABയിൽ എന്താണ്? ആൻറ്റിജൻ Aയും Bയും ഉണ്ട് അല്ലേ? ആൻറ്റിജനുകളുണ്ട്, എന്നാൽ ആൻറ്റിബോഡികൾ രണ്ടും ഇല്ല. അപ്പോൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്കായി. ഉത്തരം എന്താണ്? ആൻറ്റിബോഡി Aയും Bയും ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും ഇവിടെ ഒരു സംശയം വരും, പ്ലാസ്മയിലാണോ അതോ RBCയിലാണോ എന്നുള്ളത്. അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള രക്തഗ്രൂപ്പുകൾ കൂടി നോക്കാം. രക്തഗ്രൂപ്പ് Aയിലാണെങ്കിൽ ആൻറ്റിജൻ A, ആൻറ്റിബോഡി Bയുമാണ് ഉണ്ടാവുക. രക്തഗ്രൂപ്പ് Bയിലാണെങ്കിൽ ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയുമാണ്. ABയിലാണെങ്കിലോ Aയും Bയും ആൻറ്റിജനുകളുണ്ട്, ആൻറ്റിബോഡികളില്ല. ഇനി Oയിലാണെങ്കിൽ ആൻറ്റിജനുകളില്ല, ആൻറ്റിബോഡികൾ Aയും Bയും ഉണ്ട്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. അരുണ രക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള AB എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം. അപ്പോൾ നമുക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. എന്താണ് ഉത്തരം? ഓപ്ഷൻ D, RBCയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള AB എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കുന്നതിന് ആധാരം എന്ന് പറഞ്ഞു. ഇതിൽ ഏത് ആൻറ്റിജനാണോ ഒരാളുടെ രക്തത്തിലുള്ളത് ആ ആൻറ്റിജൻ്റെ പേരാണ് രക്തഗ്രൂപ്പിന് നൽകുക. A ഗ്രൂപ്പിന് എന്താണ്? A ആൻറ്റിജൻ ഉള്ളത് കൊണ്ട് A എന്ന പേര് ലഭിച്ചു. ഇനി പ്ലാസ്മയിൽ കാണപ്പെടുന്ന ചില ആൻറ്റിബോഡികൾക്ക് രക്തനിവേശത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. A ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി Bയും B ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി Aയുമാണ് ഉള്ളത്. A, B ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്തരത്തിൽ ആൻറ്റിജൻ D അഥവാ RH ഘടകം, RH ഫാക്ടർ ഉണ്ടാകാം. അപ്പം അതിനെ ആൻറ്റിജൻ D എന്നും വിളിക്കും. RH ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായിട്ടും കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും. അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയില്ല. AB രക്തഗ്രൂപ്പിൻ്റെ കാര്യമെടുത്താൽ എന്താണ്? അവിടെ ആൻറ്റിജൻ Aയും ആൻറ്റിജൻ Bയും ഉണ്ട്, കൂടാതെ ആൻറ്റിബോഡി ഒന്നും ഇല്ലതാണ് അല്ലേ? RBCയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നത്. ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായും നടപ്പാകുന്നത്? ഓപ്ഷൻ A വില്ലൈ, ഓപ്ഷൻ B എൻസൈം, ഓപ്ഷൻ C ബാക്ടീരിയ, ഓപ്ഷൻ D ഗ്രന്ഥികൾ. ലഘുപോഷകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ഇവിടെ വില്ലസിൻ്റെ സ്ഥാനവും ഘടനയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ രക്തലോമികളുണ്ട്, ലാക്റ്റിയലുണ്ട്. രക്തലോമികൾ എന്തിനാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇനി ലാക്റ്റിയലോ? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലുകൾക്കുള്ളിലെ ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു.
ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വില്ലസ് എന്തിനാണ്? പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒറ്റനിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികളും ലിംഫ് ലോമികളായിട്ടുള്ള ലാക്റ്റിയലുകളുമാണ് കാണപ്പെടുന്നത്. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. പോഷകഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? വില്ലസ് ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ പുറത്തുവിടുന്ന വാതകം എന്താണ്? ഓക്സിജൻ ആണ്. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. ശ്വസനം എന്താണ്? ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സസ്യങ്ങൾ ശ്വസന ഫലമായിട്ട് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ ആണെന്നും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 40/2023. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണ് എന്നാണ്. നമുക്ക് നോക്കാം. APTT ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈപ്പ്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് APTT അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈപ്പ്. രക്തസാമ്പിളിൽ പ്രത്യേക റീഏജൻറ്റുകൾ ചേർക്കുമ്പോൾ എത്ര സെക്കൻഡ് കൊണ്ട് രക്തം കട്ട പിടിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. ഈ പരിശോധനയുടെ സാധാരണ മൂല്യം 30 മുതൽ 40 സെക്കൻഡ് ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തനവും ഈ പരിശോധന വഴി അറിയാൻ കഴിയുന്നു. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവ്, പ്രവർത്തനം ഒക്കെ എന്താണ് അറിയാൻ കഴിയുന്ന ടെസ്റ്റ് എന്ന് ചോദിച്ചാലും APTT ടെസ്റ്റാണ്. മനുഷ്യനിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 2 മുതൽ 7 മിനിറ്റ് വരെ രക്തസ്രാവവും 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? ക്വസ്റ്റ്യൻ കോഡ് 127/2023. ഇവിടെ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോന്നിൻ്റെയും ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. അണ്ഡാശയം എന്തിനാണ്? അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അണ്ഡവാഹിയോ? അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു. ബീജസംയോഗം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇനി ഗർഭാശയം എന്താണ്? ഭ്രൂണ വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗമാണ് ഗർഭാശയം. എൻഡോമെട്രിയം എന്തിനാണ്? ഗർഭാശയ ഭിത്തിയുടെ ഉൾപ്പാളിയാണ് എൻഡോമെട്രിയം. ഇതിൽ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നു. ഇനി യോനി ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ്. പുംബീജങ്ങൾ ഇവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഇനി ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സിക്താണ്ഡത്തിൻ്റെ വളർച്ചയാണ്. ഇവിടെ അണ്ഡോത്ഫലനം കാണിച്ചിട്ടുണ്ട്. പിന്നീട് ബീജസംയോഗം നടക്കുന്നത് കാണിക്കുന്നു. പിന്നീട് എന്താണ്? സിക്താണ്ഡം. അത് തുടർച്ചയായ കോശവിഭജനവും ഭ്രൂണവികാസവും നടക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ മോറുലയായി മാറുന്നു. പിന്നീട് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റിപ്പിടിച്ച് വളരുന്നതും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്ലാസൻ്റ, അതിൻ്റെ ധർമ്മം, പൊക്കിൾക്കൊടി അതിൻ്റെ ധർമ്മം, അമ്നിയോട്ടിക് ദ്രവം, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. പ്ലാസൻ്റ എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭാശയ ഭിത്തിയിലേക്ക് പറ്റിപ്പിടിച്ച ശേഷം രൂപപ്പെടുന്ന താൽക്കാലിക സംവിധാനമാണ്. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. ഇനി പൊക്കിൾക്കൊടി പ്ലാസൻ്റയിൽ നിന്ന് രൂപപ്പെടുന്നു. ഇതുവഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ധർമ്മം വെച്ചിട്ട് ചോദിച്ചിട്ടുള്ളതാണ് PSC. ഇനി അമ്നിയോൺ. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ആവരണമാണ് അമ്നിയോൺ. അമ്നിയോട്ടിക് ദ്രവം എന്തിനാണ്? അമ്നിയോൺ എന്ന ആവരണത്തിനുള്ളിൽ കാണപ്പെടുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയാണ്. അതുപോലെ ബാഹ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു.
ഇനി പൊക്കിൾക്കൊടിയുടെ ഫംഗ്ഷൻ 8ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിലുണ്ട്. PSC ചോദിച്ചതാണ്. പക്ഷേ പ്ലാസൻ്റെയാണ് ഉത്തരം കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസൻ്റ രൂപപ്പെടുന്നത്. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൾക്കൊടി വഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് പ്ലാസൻ്റ സഹായിക്കുന്നു. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഫോസ്ഫേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്ക് നോക്കാം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായതിനാലാണ്. പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുണ്ട്. ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാൽ, ചെറുമത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമുണ്ട്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അതുപോലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം നമുക്ക് നോക്കാം. ഇവിടെ SCERT പുസ്തകത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ അക്ഷാസ്ഥികൂടം, അനുബന്ധ അസ്ഥികൂടം ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്ഷാസ്ഥികൂടം എടുത്തു കഴിഞ്ഞാൽ തലയോട്, മാറല്ല്, വാരിയെല്ലുകൾ, നട്ടെല്ല് ഇത്രയും വരുന്നത് അക്ഷാസ്ഥികൂടത്തിലാണ്. തലയോടിൽ എത്രയാണ്? തലയോടുകൾ എത്ര അസ്ഥികളുണ്ട്? 29 അസ്ഥികളാണ് തലയോടിലുള്ളത്. ഇനി മാറല്ലാണെങ്കിൽ 1, വാരിയെല്ലുകളാണെങ്കിൽ എന്താണ്? 12 ജോഡിയാണ്. 12 ജോഡിയാണ് വാരിയെല്ലുകൾ. അപ്പം 24 വാരിയെല്ലുകളാണ് ഉള്ളത്. 12 ജോഡി വാരിയെല്ല് അല്ലെങ്കിൽ 24 എണ്ണമാണ് ഉള്ളത്. നട്ടെല്ലാണെങ്കിൽ 26 എണ്ണമാണ് ഉള്ളത്. നട്ടെല്ല് 26 എണ്ണം. അപ്പം മൊത്തം എത്ര ആയി? 80 ആയി. 26ഉം 29ഉം 24 ഒന്നും കൂടെ കൂട്ടി 80 എണ്ണം ഉണ്ട്. ഇനി അനുബന്ധ അസ്ഥികൂടം, അതിൽ ഏതൊക്കെയാണ് പെടുന്നത്? തോൾ വലയം, കൈകളിലെ അസ്ഥികൾ, ശ്രോണി വലയം, കാലിലെ അസ്ഥികൾ, ഇതൊക്കെ അനുബന്ധ അസ്ഥികൂടത്തിലാണ് പെടുന്നത്. ഇതിൽ തോൾ വലയത്തിൽ 2 × 2 രണ്ടിടത്തെയും കൂടെ എന്താണ്? 4 എണ്ണമാണ്. ഇനി കൈകളിലെ ആണെങ്കിൽ 2 കൈകളിലെയും കൂടി 60 എണ്ണമാണുള്ളത്. ശ്രോണി വലയമാണെങ്കിൽ 2 എണ്ണം കൂടി 2 എണ്ണം, രണ്ടിടത്തെയും കൂടി 2 എണ്ണം. ഇനി കാലിലെ അസ്ഥികൾ 2 കാലിലെയും കൂടി 60 എണ്ണം. മൊത്തം എത്ര ആയി? 60ഉം 60ഉം 120 പ്ലസ് 4 പ്ലസ് 2 6, എത്ര? 126 അനുബന്ധ അസ്ഥികൂടമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാരിയെല്ലുകളുടെ എണ്ണം ഉണ്ടായിരുന്നു, 24 നമുക്ക് കിട്ടി. ഇനി അനുബന്ധ അസ്ഥികൂടത്തിൻ്റെ എണ്ണമായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്താണ്? 126 ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ 84/21 ക്വസ്റ്റ്യൻ കോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 31/21 ക്വസ്റ്റ്യൻ കോഡ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് മനുഷ്യ ശരീരത്തിലെ നാഡികൾ എത്രയുണ്ട് എന്ന് നോക്കാം. ഇവിടെ വ്യവസ്ഥയ്ക്ക് 2 വിഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. പിന്നീട് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ശിരോനാഡികൾ എത്ര, സുഷുമ്ന നാഡികൾ എത്ര എന്നുള്ളതാണ്. ശിരോനാഡികൾ 12 ജോഡിയാണ്, 24 എണ്ണം, 12 ജോഡിയാണുള്ളത്. ഇനി സുഷുമ്ന നാഡികളാണെങ്കിൽ 31 ജോഡിയാണ്. അപ്പം മൊത്തം എത്ര നാഡികളുണ്ട്? ശരീരത്തിൽ എത്ര നാഡികളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പം മൊത്തം എത്രയുണ്ട്? 43 ജോഡിയാണുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന സന്ധി ഇതിലേത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഗോളരസന്ധി, കീലസന്ധി, പരിയാണസന്ധി, വിജാഗിരി സന്ധി. നമുക്ക് നോക്കാം. ഗോളരസന്ധി എവിടെയായിട്ടാണ്? തോളെല്ലിനും ഇടുപ്പെല്ലിനും ഇടയായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി വിജാഗിരി സന്ധി ആണെങ്കിൽ കൈമുട്ട, കാൽമുട്ടിലാണ്. കീലസന്ധി എവിടെയാണ്? കഴുത്ത്, തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി കാണപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അറ്റ്ലസ്, ആക്സിസ് ഇതിൻ്റെ
ഇടയിലായിട്ട് കാണപ്പെടുന്നത് ഏതാണ് പിവോട്ട് ജോയിൻ്റ് അല്ലെങ്കിൽ കീലസന്ധിയാണ്. ഇവിടെ ഇംഗ്ലീഷിൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് കഴുത്ത്. മനുഷ്യദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി, മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്: പെപ്സിൻ, ലിപ്പേസ്, ട്രിപ്സിൻ, അതുപോലെ അമലേസ്. നമുക്ക് SCERT പുസ്തകം നോക്കാം. ആദ്യം നോക്കുന്നത് ആമാശയ രസങ്ങളാണ്. പെപ്സിൻ എൻസൈം, ഗാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം, ഇത്രയുമാണ് ആമാശയ രസത്തിലുള്ളത്. ഇതിൽ പ്രോട്ടീൻ്റെ ഭാഗമായിട്ട് പെപ്റ്റോണുകളാക്കുന്നത് പെപ്സിനാണ്. ആമാശയ രസത്തിലെയാണ് പെപ്സിന്. ഇനി കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത് ഗാസ്ട്രിക് ലിപ്പേസ് എൻസൈമാണ്. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നു. ഇത് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇനി ശ്ലേഷ്മം എന്തിനാണ്? ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് ഏതാണ്? ശ്ലേഷ്മമാണ്. ഇനി നോക്കുന്നത് ആഗ്നേയരസമാണ്. നമ്മളോട് ചോദിച്ചതും അതിനെപ്പറ്റിയാണ്. പ്രോട്ടീനെ ദഹിപ്പിക്കുന്നത് ട്രിപ്സിനാണ്. അപ്പം ആമാശയരസത്തിൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നത് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ട്രിപ്സിനാണ് ആൻസർ. ട്രിപ്സിൻ എന്ത് ചെയ്യുന്നു? പെപ്റ്റൈഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. ഇനി കൊഴുപ്പിനെ എന്താണ്? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് അമിലേസുമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ട്രിപ്സിനാണ്. ഇനി നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് PSC, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ K ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഈ വൈറ്റമിൻ K എവിടെയാണ് കാണപ്പെടുന്നത് എന്നുകൊണ്ട് പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ഇത് അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എലമെൻ്റ് ഏതാണ്? കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കലും ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. രക്തം കട്ടപിടിക്കുന്നതിനിടയിൽ നടക്കുന്ന മാറ്റങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകും. അപ്പോൾ പ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്നുള്ളത് എന്താണ്? ത്രോംബിനായി മാറും. പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റണമെങ്കിൽ എന്തിൻ്റെയൊക്കെ പ്രവർത്തനം അവിടെ വേണം? ത്രോംബോപ്ലാസ്റ്റിൻ്റെ, അതുപോലെ കാൽസ്യം, വൈറ്റമിൻ Kയുടെ ഒക്കെ പ്രവർത്തനം അവിടെ ആവശ്യമാണ്. അപ്പോൾ അവിടെ പങ്കെടുക്കുന്ന രാസാഗ്നിയാണെങ്കിൽ ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിൻ. ഇനി ഫൈബ്രിനോജൻ എന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഫൈബ്രിനോജൻ ത്രോംബിൻ്റെ സാന്നിധ്യത്തിൽ ഫൈബ്രിൻ നാരുകളായി മാറുന്നു. അപ്പം പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഈ ത്രോംബിൻ്റെ സാന്നിധ്യത്തിൽ ഫൈബ്രിനോജൻ എന്നത് ഫൈബ്രിൻ നാരുകളായി മാറുന്നു. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ടയുണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്നത്. അടുത്തത് ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം: പ്രോട്ടീൻ്റെ കുറവ്, വൈറ്റമിൻ എയുടെ കുറവ്, കാൽസ്യത്തിൻ്റെ കുറവ്, പ്രോട്ടീനിൻ്റെ കൂടുതൽ. ഇതിലേതാണ് എന്നാണ് ചോദ്യം. ക്വാഷിയോർക്കർ പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. അപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് ക്വാഷിയോർക്കർ. DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇതിൽ ഒരെണ്ണം എന്താണ്? DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തതാണ്. നമുക്ക് ആദ്യം DNA-യുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഒരു പഞ്ചസാര തന്മാത്ര കാണും, ഫോസ്ഫേറ്റ് കാണും, നൈട്രജൻ ബേസ് കാണും. DNA തന്മാത്ര ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഒരു DNA തന്മാത്ര എന്നത് നിരവധി ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസുമാണ് ന്യൂക്ലിയോടൈഡിൽ ഉള്ളത്. DNA-യിൽ ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ് ഉള്ളത്. നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായിട്ടുള്ള തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ.
4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പം ഇത് ഉള്ളതിനാൽ DNA-യിൽ 4 തരം ന്യൂക്ലിയോടൈഡുകളുമുണ്ട്. DNA-യുടെ നിർമ്മാണ ഘടകങ്ങളായിട്ടുള്ള നൈട്രജൻ ബേസുകൾ സവിശേഷ പ്രാധാന്യമുള്ള തന്മാത്രകളാണ്. DNA-യിൽ അഡിനിൻ തൈമിനുമായും അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരുകയുള്ളൂ. ഓർത്തുകൊള്ളുക, എന്താണ്? അഡിനിൻ തൈമിനായിട്ടും അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും മാത്രമേ ജോഡി ചേരത്തുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. DNA-യിലെ ഒരു ഇഴയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. DNA-യുടെ ഘടനയാണ്. അതിൽ അഡിനിൻ കാണിച്ചിട്ടുണ്ട് ബ്ലൂ കളറിൽ, തൈമിൻ കാണിച്ചിട്ടുണ്ട് റെഡ് കളറിൽ. അപ്പോൾ അത് തമ്മിലാണ് ജോഡി ചേരുക. അതുപോലെ സൈറ്റോസിനും ഗ്വാനിനും കാണിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ: ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? ഉത്തരം കരളാണ്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായിട്ടുള്ള വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവസ്തുവായിട്ടുള്ള അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നത് ഇതിന് ഉദാഹരണമാണ്. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകൾ രൂപപ്പെടും. കരൾ എങ്ങനെയാണ് യൂറിയ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. ഇവയുടെ അപചയ പ്രവർത്തന ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. നൈട്രജൻ അടങ്ങിയ ഉപോൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഇതിൻ്റെ വിഘടന ഫലമായിട്ട്. ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ട് ഉണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് ചേർന്ന് യൂറിയായി മാറുകയാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? നമുക്ക് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് തന്നെ വന്യജീവികളുടെ വംശനാശം തടയാനായിട്ടുള്ളതാണ് വന്യജീവി സങ്കേതങ്ങൾ. ഉദാഹരണം പേപ്പാറ, പെരിയാർ, വയനാട് ഒക്കെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. ഇനി നാഷണൽ പാർക്കുകൾ ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോലയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. ഇതെന്തിനാണ്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ്. വന്യജീവി സങ്കേതങ്ങൾ അതുപോലെ നാഷണൽ പാർക്കുകളാണ് പറഞ്ഞത്. ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ചോദിച്ചിട്ടുള്ളതാണ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് ഇവ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ്. അടുത്തത് ബയോസ്ഫിയർ റിസർവുകളാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ് ഇത്. ബയോസ്ഫിയർ റിസർവുകളെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകൾ, ജൈവ വൈവിധ്യങ്ങൾ ഒക്കെ ജനിതക സ്രോതസ്സുകളെയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണ്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളാണ് കേരളത്തിലുള്ളത്. അടുത്തത് കാവുകളെ പറ്റിയാണ്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയാണ് കാവുകൾ. വിസ്തൃതി കുറഞ്ഞവയാണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്നവ ആണ് കാവുകൾ എന്ന് പറയുന്നത്. ഇനി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ്. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളാണ് ഇവ. ആവാസനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളാണ്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്ത് ആകമാനമായിട്ടുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ളവ ഏതൊക്കെയാണ് എന്ന് പറയാം. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല എന്നിവയാണ്. LDCക്ക് ചോദിച്ചതാണ്. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല എന്നിവ
ഇന്ത്യയിലുള്ള ഹോട്ട്സ്പോട്ടുകളാണ്. അപ്പം നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻസ് ആണ് പറഞ്ഞത്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ കാവുകൾ, ബയോസ്ഫിയർ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ്, അതുപോലെ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഏതിന് ഉദാഹരണമാണ്? ഇൻസിറ്റുവിന് ഉദാഹരണമാണ്. നമ്മളോട് ചോദിച്ചത് എക്സിറ്റുവിന് ഉദാഹരണം ഏതാണ് എന്നാണ്. ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ഇൻസിറ്റുവിൽ പറഞ്ഞു. അപ്പോൾ എക്സിറ്റു ഏതാണ് ഇവിടെ? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ സൂ ഒക്കെ എക്സിറ്റുവിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത്? ക്രോമോപ്ലാസ്റ്റ്, ഫേനാവരണം, ക്ലോറോപ്ലാസ്റ്റ്, ടോണോപ്ലാസ്റ്റ്. നമുക്ക് കോശാംഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. മൈറ്റോകോൺട്രിയോൺ എന്നത് പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് അറിയപ്പെടുന്നത്. കോശത്തിലെ ഊർജ്ജ നിലയം, ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. ചോദിച്ചതാണ്. കോശത്തിന് ഉള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശ അസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. അടുത്തത് റൈബോസോം എന്നത് മാംസ്യനിർമ്മാണ കേന്ദ്രമാണ്. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവത്തിൽ സ്വതന്ത്രമായോ ആണ് ഇത് കാണപ്പെടുന്നത്. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വാക്യൂൾ എന്നത് ഫേനം എന്നത് എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താലാണ് ആവരണം ചെയ്യപ്പെടുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കാനാണ്. ഇനി ഗോൾഗി കോംപ്ലക്സ് എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തരസഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഗ്രന്ഥി കോശങ്ങളിലാണ് ഗോൾഗി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം അപ്പോൾ ടോണോപ്ലാസ്റ്റ് ആണ്. അടുത്തത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണം കാസർഗോഡാണ്. ബാക്കി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കൂടി നോക്കുകയാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരാണ്. മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. അടുത്തത് LGS ലെവലിലൊക്കെ വരുന്ന ചോദ്യമാണ്. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, അക്ഷയ, ചന്ദ്രശങ്കര. ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രശങ്കര എന്ന ശങ്കര ഇനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് SCERT പുസ്തകത്തിൽ എന്താണ് എന്ന് നോക്കാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ഇത്രയും സങ്കര ഇനം തെങ്ങുകളാണ്. ചന്ദ്രലക്ഷ എന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടെ ക്രോസ് ആയിട്ടുള്ളതാണ്. അടുത്തത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടെ ചേർന്നിട്ടുള്ളതാണ് ചന്ദ്രശങ്കര. ഇനി ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവും കൂടെ ചേർന്നിട്ടുള്ളത് ഗംഗാബോധം കൂടെ ചേർത്തിട്ടുള്ളതാണ് ലക്ഷഗംഗ. അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ചന്ദ്രലക്ഷയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും, ചന്ദ്രശങ്കരയാണെങ്കിൽ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ഇനി ലക്ഷഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവുമാണ്. ഇനി കുറച്ച് സങ്കര ഇനങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളോട് അക്ഷയ എന്നുള്ളത് എന്താണ്? ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 3 ഓപ്ഷൻ്റെ കൂട്ടത്തിൽ അക്ഷയ എന്നുള്ളതുണ്ടായിരുന്നു. അക്ഷയ എന്തിൻ്റെ സങ്കര ഇനമാണ്? തക്കാളിയുടെ സങ്കര ഇനമാണ്. മുക്തി, അനക, എന്താണ്? അക്ഷയ എന്നുള്ളത് തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ്. ബാക്കി നമുക്ക് നോക്കാം. നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവയാണ്. പവിത്ര ചോദിച്ചിട്ടുണ്ട്. ഇനി പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളകിൻ്റെ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നതും പച്ചമുളകാണ്. ഇനി വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയുടെ സങ്കര ഇനങ്ങളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ
രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയിലാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് നോക്കാം. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം നമ്മൾ പറഞ്ഞു ഏതാണ്? വൈറ്റമിൻ കെ ആണ് എന്ന് പറഞ്ഞു. ബാക്കി നമുക്ക് SCERTയിലെ വൈറ്റമിൻസ് എന്ന ടോപ്പിക്. വൈറ്റമിൻസിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും. കൊഴുപ്പിൽ ലയിക്കുന്നവ ADEK എന്നീ വൈറ്റമിൻസ് ആണ്. ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ആദ്യം നമ്മൾ നോക്കുന്ന വൈറ്റമിൻ സി ആണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ ഇതിലൊക്കെ കാണപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു: മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ കഴിക്കേണ്ടത്. അപ്പം ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ സി. താഴെ കൊടുത്തിട്ടുണ്ട്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ സി ആവശ്യം. അപ്പം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണ ഇനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കൊടുത്തത് നെല്ലിക്ക, ചീര, മുരിങ്ങയില, മുട്ട എന്നിവയാണ്. അപ്പം നമുക്ക് ഇവിടെ കാണാം പഴങ്ങളും നെല്ലിക്കയും മുരിങ്ങയിലയും പപ്പായമാണുള്ളത്. അപ്പോൾ ഇവിടെ നെല്ലിക്ക, മുരിങ്ങയില എന്ന് ഉള്ളതായിരുന്നു ആൻസർ. 147/2024 കോഡിൽ ക്വസ്റ്റ്യൻ കോഡ് അതിൽ ചോദിച്ചതാണ്. അടുത്തത് വൈറ്റമിൻ ബി ആണ് നോക്കുന്നത്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പം ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ബി ആണ്. ഇനി നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്നവ നോക്കാം. ആദ്യം നോക്കുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇലകളിലൊക്കെ വൈറ്റമിൻ എ ആണ് കാണപ്പെടുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ്. ഇനി വൈറ്റമിൻ ഡി ഏതിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? പാലുൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആഗിരണം ചെയ്യലൊക്കെ ഇതിൻ്റെ ഫങ്ഷനാണ്. വൈറ്റമിൻ ഡിയുടെ ഫങ്ഷനാണ്. ഇനി വൈറ്റമിൻ ഇ ആണ് നോക്കുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഇ ആവശ്യമാണ്. സസ്യ എണ്ണകളിലാണ് വൈറ്റമിൻ ഇ കാണപ്പെടുക. ഇനി വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കും. ക്യാബേജ്, ചീര, കോളിഫ്ലവർ ഇതിലൊക്കെ കാണപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളികളായ ഡയഫ്രവും വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത്. ഇതിൽ 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ശ്വേതരക്താണുക്കളെ കൊടുത്തിട്ടുണ്ട്. 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണുള്ളത്. അതിൻ്റെ ഫങ്ഷൻസുമാണ്: ന്യൂട്രോഫില്, ബേസോഫില്, ഈസിനോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതിൽ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ഇതാണ് ന്യൂട്രോഫിലിൻ്റെ ഫങ്ഷൻ. ബേസോഫില് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഈസിനോഫില് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന 2 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്യുക. 2 തരത്തിലുള്ള ലിംഫോസൈറ്റ് ഉണ്ട്. ടി ലിംഫോസൈറ്റുമുണ്ട്, ബി ലിംഫോസൈറ്റുമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ശ്വേതരക്താണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത്: മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് അതിനും കൊടുത്തിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ യോജിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ്. ഇത് 4 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിൻ പ്ലാസ്മയിലാണോ കാണപ്പെടുന്നത്? അതുപോലെ മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നത് കറക്റ്റാണ്. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ചുവന്ന രക്താണുവിലാണ്, RBCയിലാണ് ഹീമോഗ്ലോബിൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് യോജിക്കുന്നില്ല. അതാണ് ആൻസർ. ഫാഗോസൈറ്റോസിസ് എന്താണ് എന്ന് നോക്കാം.
രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. ഛേദരക്താണുക്കളായിട്ടുള്ള മോണോസൈറ്റും ന്യൂട്രോഫിലും ഫാഗോസൈറ്റുകളാണ്. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഫാഗോസൈറ്റോസിസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ്. രോഗാണുവിനെ കാണിച്ചിട്ടുണ്ട്. രോഗാണുക്കളെ സ്തരസഞ്ചിയിൽ ഉൾക്കൊള്ളുന്നു. ലൈസോസോം കാണിച്ചിട്ടുണ്ട്. സ്തരസഞ്ചികൾ ലൈസോസോമുമായിട്ട് ചേരുന്നു. ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുന്നു. അടുത്തത് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ഘടനയൊന്ന് നോക്കാം. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന. ഹീമിലെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. അവിടെ കാണിച്ചിട്ടുണ്ട് ഹീമ്, ഇരുമ്പ്, പ്രോട്ടീൻ ഇഴകൾ. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 എണ്ണം വീതമുള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനായിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്ലോയം നമുക്കറിയാവുന്നതാണ് ധർമ്മം. ബാക്കി 3 എണ്ണം നമുക്ക് നോക്കാം. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതും മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള കലകളാണ് പാരൻകൈമ. കോളൻകൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന് കാണപ്പെടുന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുകയാണ് കോളൻകൈമയുടെ ഫംഗ്ഷൻ. കോളൻകൈമ എന്തിനാണ്? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻകൈമ. ഇനി സ്ക്ലീറൻ കൈമ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. സ്ക്ലീറൻ കൈമയാണ് ആൻസർ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് ഫുൾ ഫോം. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജൈവവൈവിധ്യ സംരക്ഷണമാണ്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. ഇനി WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് ഫുൾ ഫോം. ജൈവവൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് WWFൻ്റെ ലക്ഷ്യം. ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. അവിടെ WWFൻ്റെ അതുപോലെ IUCNൻ്റെ ഒക്കെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനിയും പക്ഷികളും അതിൻ്റെ അടയിരിപ്പ് കാലവും SCERT പുസ്തകത്തിലുണ്ട്. കോഴിയുടെ ആണെങ്കിൽ 21 ദിവസമാണ്, പ്രാവ് 14 ദിവസം, കുരുവിയാണെങ്കിൽ 14 ദിവസം, ഒട്ടകപ്പക്ഷി 42 ദിവസമാണ്. ലവ് ബേർഡ്സ് 22 മുതൽ 25 ദിവസം വരെയാണ്.